ആരെ പുറകെ വന്ന് ഇടിച്ചുകൊണ്ടുണ്ടായിരുന്നല്ലോ. തോന്നിയതായിക്കില്ലെങ്കിൽ പ്രേതമായിരിക്കുമോ? ഓ, പ്രേതമായിരിക്കും ചിലപ്പോൾ. ഒക്കെ പോയി കിടന്നുറങ്ങാം. എല്ലാം തോന്നുന്നതൊക്കെ കിടന്നുറങ്ങാം. ഇവ ജുറാസിക് പാർക്കിലോട്ട് പോകുന്ന വഴി തുറക്കുന്ന ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഇതൊക്കെ എന്നാ സംഭവം അറിയത്തില്ല. നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ചത്ത് കാണുമോ? ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പോയി നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് പറയാം. ഓക്കെ, സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ. ഇവിടെ ഇടിച്ച് പെട്ടെന്ന് പോയി പറയണം. പേടിയാവും ഓരോ സമയവും. പേടിയായിക്കൊണ്ടേ ഇരിക്കുക. അടുത്ത് പോയി പറഞ്ഞാൽ മിക്കവാറും ജയിലിലിടും. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഗെയിം ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാൻ ചെയ്ത ഗെയിം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ജയിലിലിടത്തില്ലേ. എന്നാലും പറയാം. ഹലോ സാറേ, ഞങ്ങൾ ചാർലി ഗെയിം കളിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്തു പറ്റിയെന്ന് അറിയത്തില്ല സാറേ, താഴെ വീഴുന്നു. എടാ, നിനക്കൊന്നും ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ ഉണ്ടോ? നമ്മുടെ നാട്ടിലെ ഗെയിം ബാനിടാന്ന് നിനക്കറിയാം. നീ ജയിലിൽ എന്താണ് ബ്രോ മോഡ്? ജയിലിൽ കിടക്കുന്നവന്മാരൊക്കെ ദേഷ്യം പിടിപ്പിക്കുമല്ലോ. അങ്ങനെ ഒരു ദിവസം ഇതിൽ ഗണ്ണുണ്ട്. പക്ഷേ ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് മൊത്തം പൊട്ടിച്ച് നമുക്ക് പോവാം. നിൻ്റെ കയ്യിൽ ഗണ്ണുണ്ടെന്നൊക്കെ എനിക്കറിയാം. നീ കുറച്ച് ജയിൽ പൊട്ടിച്ച് വെളിയിൽ പോകും. ഒന്ന് പോടെ, ചുമ്മാ പറയുക. നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ട്, ഇവൻ കണ്ടു തോന്നല്ലോ. ഒന്നും ചെയ്യണം, നമുക്കിതെല്ലാം പൊട്ടിച്ചാക്കാം. എല്ലാവരും കൊന്നാക്കാം. എല്ലാവരും കൊന്നാക്കാം. പക്ഷെ ഒരു തെളിവ് കാണരുത്. തെളിവുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ പിടിക്കാൻ വരും. ശിവനെ കൊന്നാക്കാം. ഇവൻ ഭയങ്കര ഇതാ. ഇവിടെ ചത്തു. നമുക്കിനി അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് നമുക്ക് മറ്റേ ചാർലിയുടെ ആ ബോർഡ് നമുക്ക് കത്തിച്ച് കളയാം. എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ബോർഡ് ഞാൻ തന്നെ കത്തിച്ച് കളയാം. പറ്റത്തുള്ളൂ. ഓക്കെ. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത സ്ഥലം. ഇത് കണ്ടാൽ തന്നെ പേടിയാവും. നമുക്ക് അങ്ങോട്ട് രാവിലെ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ വന്ന് ഈ ബോർഡ് കത്തിക്കാൻ പോവാണ് ഗൈസ്. യെസ് ഓർ നോ. ഇനി ഇത് കാണത്തില്ല. എനിക്കിനി കത്തിച്ചളഞ്ഞൊക്കെ ഇത്. ഇതെടുത്ത് കത്തിച്ചാൽ ഇതിൻ്റെ അകത്തോട്ടിട്ട് കത്തുന്നുണ്ട്. കത്തി തീരണം. അതുകൊണ്ട് വലിയ ശല്യമാണ്. പ്രേതവും ചത്തു എന്ന് തോന്നുന്നു. ഈ ബോർഡും നശിച്ചു എന്ന് തോന്നുന്നു. ഇനി പ്രശ്നമൊന്നും ഇല്ലയെന്ന് തോന്നുന്നത്. ഇനി നമുക്ക് സുഖത്തിന് വീട്ടിൽ പോവാം. ഇനി ചാർലിയുടെ ആരും ശല്യമൊന്നും കാണത്തൊന്നുമില്ല. നമുക്ക് ഇനി വീട്ടിൽ പോവാം. ഗൈസ്, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക ഗൈസ്. നമുക്കിനി വീട്ടിലോട്ട് ഒരു സമാധാനമായിട്ടൊരു ദിവസം നമ്മുടെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് ഭയങ്കര ഡിപ്രഷനാവും. നമുക്ക് വേറെ ആർക്കെങ്കിലും പറയാം. നമ്മുടെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമുക്ക് പറയാം. ഫസ്റ്റ് നമ്മുടെ വണ്ടി ഇവിടെ നിർത്താം. നമ്മൾ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഒരു സമാധാനമുണ്ട് ഇപ്പോഴൊക്കെ. ഇവിടെയൊക്കെ എടാ, നീ ഇപ്പോഴും അതോർത്ത് വിഷമിച്ചോണ്ടിരിക്കും. ശരി, ഞാൻ മറക്കാൻ എങ്ങനെയാണെങ്കിൽ ശ്രമിച്ചു നോക്കാം. ഓക്കെ. ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുകയാണ്. ഇതുപോലത്തെ ഓരോ ഹൊറർ വീഡിയോസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.